സുഡാപ്പികൾ ഇന്ത്യൻ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ പോകുന്നു. നൽകണമല്ലോ. എന്താ? കാരണം ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അവരാണല്ലോ ഇപ്പോൾ സ്റ്റുഡിയോ ബഹിഷ്കരണം പറയുന്നത്. അതെ, അവർ പറയുന്നു ടാറ്റ ചെയ്യുന്നത് അതീവ നീചമായ കാര്യമാണ്. ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി TCS എന്ന് പറയുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്ന കമ്പനി, IT കമ്പനിയാണ്, അവരെല്ലാ സാങ്കേതിക സഹായവും നൽകുന്നു. അതുകൊണ്ട് TCS ടാറ്റയുടെയാണ്. ടാറ്റയെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള സ്റ്റുഡിയോ ബഹിഷ്കരണം തുടരും എന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കാരണം സ്റ്റുഡിയോ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് ഇവൻ്റെ മൂട്ടിൽ തന്നെ കയറുന്ന വെടിയായിട്ട് മാറി. പക്ഷേ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. ഇന്നലെ മീഡിയ വണ്ണിലെടുത്ത് എൻ്റെ സുഹൃത്ത് അജിംസിൻ്റെ കരച്ചിലാണ്. അത് സ്റ്റുഡിയോ ബഹിഷ്കരണമൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും കേൾക്കണമെന്നൊന്നുമില്ല എന്ന് ഗദ്ഗത കണ്ഠനായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ TCS എന്ന് പറയുന്ന കമ്പനിയാണല്ലോ വില്ലൻ, ടാറ്റയുടെ ഒരു കമ്പനി. ആ TCS എന്ന കമ്പനിയെ ബഹിഷ്കരിക്കണം. TCSൻ്റെ എല്ലാ അന്തപ്പറ്റി സ്റ്റുഡിയോയ്ക്ക് പറയും TCSനെ അങ്ങ് ബഹിഷ്കരിച്ചാൽ പോരെ. സ്റ്റുഡിയോ ടാറ്റയുടെ ടാറ്റയുടെ 100 കണക്കിന് സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ് TCS. അല്ല, സ്റ്റുഡിയോ. TCSും അങ്ങനെ തന്നെ. TCS ആണ് ഇസ്രായേലിന് സാങ്കേതിക സഹായം കൊടുക്കുന്നത്. അപ്പോൾ TCSനെ അല്ലേ ബഹിഷ്കരിക്കേണ്ടത്? അതെ. TCSനെ ബഹിഷ്കരിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാമോ? മുഴുവൻ, കാരണം വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന മുസ്ലിമുകളുണ്ട്. മുസ്ലിമുകളിൽ എല്ലാവരും സുഡാപ്പികളൊന്നുമല്ല. സുഡാപ്പികൾ ഒരു മോശമല്ലാത്ത ശതമാനമുണ്ട്. അവർക്ക് ഏറ്റവും എളുപ്പ വഴി, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴി TCSനെ അങ്ങ് പൂട്ടിക്കണം. TCSനെ പൂട്ടിക്കാൻ ഒന്നാന്തരം വഴിയുണ്ട്. പാസ്പോർട്ട് എടുക്കത്തില്ല തീരുമാനിച്ചാൽ മതി. കാരണം ഇന്ത്യയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തുന്നത് TCS ആണ്. TCS വഴിയാണ് പാസ്പോർട്ട് എടുക്കുന്നത്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് TCSലാണ്. ടാറ്റയാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തുന്നത്. TCSനെ മാറ്റിവെക്ക്. TCS എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. ടാറ്റയാണ് സാർ ഇവിടെ പാസ്പോർട്ട് വിതരണം നടത്തുന്നത്, പാസ്പോർട്ടിന് അപേക്ഷ സ്വീകരിക്കുന്നത്, പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത്, പോലീസിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ടാറ്റയാണ്. നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കാൻ നിങ്ങൾ പോകേണ്ടത് ടാറ്റയുടെ അടുത്താണ്. അപ്പോൾ ഏറ്റവും നല്ല മാർഗം, ടാറ്റക്കിട്ട് പണി കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം, വേണ്ടടാ ടാറ്റേ, നിൻ്റെ പാസ്പോർട്ട് വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ തൻ്റെ ഇടം. ഇനി ടാറ്റ തരുന്ന പാസ്പോർട്ട് ഞങ്ങൾ വിരൽ കൊണ്ടുപോലും തുറത്തില്ല. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പേരൊന്നും എനിക്കറിയത്തില്ല, മറന്നുപോയി. അല്ല, പറയുന്നത് ഇസ്രയേലിനെ സഹായിക്കുന്ന ഇസ്രയേലിൻ്റെ ഒരു പ്രൊഡക്റ്റും, ജൂതന്മാരുടെ ഒരു പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കത്തില്ല. ജൂതൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജൂതൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കത്തില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. ആരാണ്? ജൂതൻ്റെയാണ് ഫേസ്ബുക്ക്. ജൂതൻ കണ്ടുപിടിക്കാത്ത എന്ത് സാധനമാണ്. നല്ല ഒന്നാന്തരം വലിയ ക്യാൻസറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ജനസംഖ്യാനുപാതികമായിട്ട് നോക്കണം. ക്യാൻസർ കണക്കുണ്ട്, RCCയുടെ ഒരു കണക്കുണ്ട്. അപ്പോൾ ഏതായാലും ക്യാൻസറിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ തെറാപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ടെക്നോളജി ആരുടെയാണെന്നറിയോ? ഇസ്രായേൽ. ജൂതൻ്റെയാണ്. ജൂതൻ കണ്ടുപിടിക്കാത്ത എന്താ ഉള്ളത്? ജൂതനാണ് സാർ ഈ ഇന്നത്തെ ടെക്നോളജിയുടെ എല്ലാം കരുതുന്നത്. നിങ്ങൾക്ക് ജൂതൻ്റെ വാഹനങ്ങൾ ജൂതൻ്റെയാണ്. ഇനിയിപ്പോൾ ജൂതൻ്റെ മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ മുതൽ ഈ സുഡാപ്പികളും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ബസ്സൊക്കെ ഇറത്തില്ല. നമ്മുടെ KSRTCയുടെയും അല്ലെ സ്വകാര്യ തരത്തിൽ ഓടുന്ന ബസ്സുകളുടെയും കൂടുതലും ബസ്സുകൾ നിർമ്മിക്കുന്ന ടാറ്റയും അശോക് ലേലാൻഡും ഒക്കെയാണ്. ടാറ്റയുടെ വണ്ടി കയറത്തില്ല, ടാറ്റയുടെ കാറൊക്കെ കയറത്തില്ല. സ്റ്റുഡിയോ എന്ന് പറയുന്നത് ടാറ്റയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ജനപ്രിയമായ ഒരു ബ്രാൻഡാണ്. കാരണം നല്ല ഡിസൈൻ, വില കുറവ്. 1000 രൂപയ്ക്കൊക്കെ ഒന്നാം തരം സാധനം കിട്ടും. 1000 രൂപയെ കൂടിയ സാധനങ്ങൾ അവിടെ കുറവാണ്. പരമാവധി സാധനങ്ങളുടെ വില 1000-ൽ താഴെ, 1000-ലും അല്ല, 999 രൂപയ്ക്ക് താഴെയാണ് സ്റ്റുഡിയോയുടെ റേറ്റ്. ഇനി സ്റ്റുഡിയോ മാത്രമല്ല, കുറച്ചുകൂടെ മുന്തിയ ബ്രാൻഡാണ് വെസ്റ്റ് സൈഡ്, ടാറ്റയുടെയാണ്. സാറ എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേക്ക് മുസ്ലിമാണെന്ന് തോന്നും. അല്ല, ടാറ്റയുടെയാണ്. ഉസ്ത, UST പുതുതായിട്ട് തുടങ്ങിയ ഉസ്ത ടാറ്റയുടെയാണ്. ടെനേറിയ ടാറ്റയുടെയാണ്. തുണി ഗാർമെൻറ്റ് സൈഡുകൾ മാത്രമാണ്. അറിയാത്തവർ ഇനിയിപ്പോൾ ടാറ്റയുടെ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ആളുകൾക്കൊരു ഇൻഫർമേഷൻ കൂടെ ആട്ടെ. നമ്മുടെ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുക. ടാറ്റയ്ക്ക് കോളടിച്ചല്ലേ? അതെ. എന്തൊരു പരസ്യമാണ് ടാറ്റയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് കിട്ടിയത്. ഇനി മാത്രമല്ല, എന്താണ് ടാറ്റയുടെ അല്ലാത്തത്? നമ്മൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഉപ്പ് മുതൽ സകല സാധനവും ടാറ്റയ്ക്കുണ്ട്. ടാറ്റയുടെ ഒരു സാധനമെങ്കിലും ഉപയോഗിക്കാതെ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നില്ല. നിങ്ങൾ സ്വർണം മേടിച്ചാൽ തനിഷ്ക് ടാറ്റയുടെയാണ്, വാച്ചെടുത്ത ടൈറ്റാൻ ടാറ്റയുടെയാണ്, വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു. എന്താ ടാറ്റയുടെ അല്ലാത്തത്? നിങ്ങൾ ഒല വിളിക്കുന്നില്ലേ? ഒലയുടെ മേജർ ഷെയർ ടാറ്റയുടെയാണ്.
ടാറ്റയ്ക്ക് ടാജ് ഹോട്ടൽസ്, ഉം. വിവാൻഡ ഗ്രൂപ്പ് ടാറ്റയുടെയാ. രാവിലെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കുടിക്കുന്ന കണ്ണൻദേവൻ തേയില ടാറ്റയുടെയാ. അപ്പൊ ടാറ്റയെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അന്ന് കംപ്ലീറ്റ് ടാറ്റയെ ഞങ്ങൾക്ക് ബഹിഷ്കരിക്കും. ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് പരമ്പരാഗതമായിട്ടുള്ള പാഴ്സികളോടുള്ള വൈരാഗ്യമുണ്ടല്ലോ. ഇറാനിൽ നിന്ന് മുസ്ലിങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്നവരാണ് പാഴ്സികൾ. ആ പാഴ്സികളാണ് ഇവിടെ ഇന്ത്യക്ക് രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ വിട്ടുകൊടുക്കാൻ വരെ തയ്യാറാണ് എന്ന നിലപാടെടുത്ത് നിൽക്കുന്നവരാണ് ടാറ്റ. ഈ ടാറ്റയെ ബഹിഷ്കരിക്കുക എന്നുള്ളതിൻ്റെ പിന്നിലെ അജണ്ട ഒരു ഗ്ലോബൽ അജണ്ട മാത്രമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ പലരും പറയാറില്ലേ, എല്ലാ രംഗത്തും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ വലിയ തോതിൽ വരുന്നു എന്നുള്ള ഒരു പരാമർശം, ഒരു പരാതിയല്ല, ഒരു വസ്തുത എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിന് കാരണം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ കച്ചവടത്തിന് ഭയങ്കര മോശമാണ്. പല നഗരത്തിലും ചെന്നാൽ ഇപ്പോൾ പച്ചക്കറി കടയോ ഫ്രൂട്ട്സ് കടയോ ആണെങ്കിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിയാണ് 10 മണിക്ക് തുടങ്ങും, 6 മണിക്ക് വീട്ടിൽ പോകും. സർക്കാർ ഓഫീസ് പോലെ 5 മണിക്ക് തുറക്കും, രാത്രി 11 മണി വരെ ഉണ്ടാവും. മുസ്ലിങ്ങളുടെ പണിയെടുക്കാൻ മുസ്ലിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഒരു തർക്കവുമില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിക്കും പണിയെടുക്കാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനിക്ക് പണ്ട് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിക്കെട്ടി അവരൊക്കെ ഉള്ള എസ്റ്റേറ്റും ഒക്കെ വിറ്റ്, പണ്ട് എസ്റ്റേറ്റും തോട്ടങ്ങളും ഒക്കെ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നു. അടുത്ത ജനറേഷൻ വന്ന് ഇവർക്കൊന്നും ഉള്ളത് വിറ്റ് പെറുക്കി ചുടുവിലയ്ക്ക് വിറ്റ് ഇവരന്മാർക്ക് വിദേശത്ത് പോകുക എന്നുള്ള ലൈനിലാണ് കേരളത്തിലെ ക്രിസ്ത്യാനി നിലപാടെടുത്തുകൂടിയാണ് ക്രൈസ്തവ സമുദായം കേരളത്തിൽ നശിച്ച് പണ്ടടങ്ങിപ്പോയത്. പണിയെടുക്കാൻ തയ്യാറാണ്. ഹിന്ദുക്കൾ പിന്നെ പണ്ടേ മെയ്യണങ്ങി ഒന്നും ചെയ്യത്തില്ലല്ലോ. സുഖിമാന്മാരായിട്ട് രാവിലെ പണിക്ക് പോകാതെ ചുരുണ്ടുകൂടി പോലെ ചുരുണ്ടുകൂടി പെരക്കകത്ത് പുതച്ചു മൂടി കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഹിന്ദുക്കൾ. എന്നിട്ട് കുശുമ്പ് കുത്തും, കണ്ടില്ലേ മുസ്ലിങ്ങൾ കയറിപ്പോകുന്നു. അതൊരു വസ്തുതയാണ്. ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാനമാണ്. അവർ അധ്വാനിക്കാൻ തയ്യാറാണ്, അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യം, അതൊരു പരമാർത്ഥമാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അച്ഛനാണ് ഒരു കട നടത്തുന്നതെങ്കിൽ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ അച്ഛനെ സഹായിക്കണം എന്നുള്ള രീതിയിൽ കടയിലെത്തും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നുണ്ട് അവരിലേക്ക്. അവർ സ്വാഭാവികമായിട്ട് അത് വളർന്നു വരുമ്പോൾ അവർ ജോലി ചെയ്യുമ്പോഴോ അല്ലെ പഠിക്കാൻ പോകുമ്പോഴോ ഒരു സൈഡ് ബിസിനസ് നടത്തുന്നു. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകാരായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയത് ഞാൻ വായിച്ചു കേട്ടോ. രാവിലെ നോക്കുമ്പോൾ ഇറച്ചിക്കട, അച്ഛൻ്റെ ഇറച്ചിക്കടയിൽ രാവിലെ വെളുപ്പം കാലത്തിന് 5 മണി തൊട്ട് 8 മണി വരെ സ്കൂളിൽ പഠിക്കുന്ന മകൻ ഇറച്ചി നുറുക്കാൻ നിൽക്കും, അച്ഛനെ സഹായിക്കാൻ നിൽക്കും. എന്നിട്ട് അവൻ സ്കൂളിൽ പോകും. എത്ര ഹിന്ദുവിൻ്റെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ എത്ര പേരിലെ മക്കള് അപ്പന്മാരുടെ പണിയെ സഹായിക്കാൻ പോകുന്നുണ്ട്? ഇല്ല. അവർ ചെറുപ്പത്തിലെ കച്ചവടം അല്ലെങ്കിൽ ഈ തൊഴിൽ സംസ്കാരം മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു കടയിൽ ചെല്ലുകയാണ്, എത്ര വലിയ സ്വീകരണമാണെന്നറിയോ മുസ്ലിം കടകളിൽ നമ്മളുള്ള പെരുമാറ്റം. എന്താ കാണാത്ത ഞാൻ ഇന്നലെയും കൂടെ ഓർത്തതേ ഉള്ളൂ കൊണ്ട് സാറിനെ കാണുന്നില്ല, തള്ളുകയാണ്. എന്താ പോലും അത് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം. അത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ്, ഞാൻ ഇടയ്ക്ക് ബിരിയാണി കഴിക്കാൻ അവിടെ ചെല്ലുമ്പോൾ ഉടനെ അകത്തോട്ട് വിളിച്ചത്, നമ്മുടെ മോഹൻ സാർ വന്നിട്ടുണ്ട്, സാറിനൊരു സ്പെഷ്യൽ ബിരിയാണി എടുത്തേ. ഒരു സ്പെഷ്യലും ഇല്ല, എല്ലാവർക്കും ഉള്ളതാണ് കൊടുക്കുന്നത്. പക്ഷെ എന്തായാലും കേൾക്കുമ്പോൾ ഈ മോഹനൊരു സന്തോഷം, മോഹനൊരു സ്പെഷ്യൽ ബിരിയാണി. ഇതാണ് തന്ത്രം, ഇതാണ് മാർക്കറ്റിംഗ്. ഇത് ചെയ്യാൻ കഴിവില്ലാതെ, ചെയ്യാൻ മനസ്സില്ലാതെ എല്ലാം മുസ്ലിം വിരോധം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ആദ്യമായിട്ട് ഏത് തൊഴിലും ആത്മാർത്ഥമായി ചെയ്യാൻ പഠിക്കണം. അത് ഒരു വസ്തുതയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, എങ്ങനെയാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഇവിടെ ഒരുപാട് മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾ പൊന്തി വരുന്നത്? അതങ്ങനെയുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങുന്നു, അയാൾ ചിലപ്പോൾ പരാജയപ്പെടുന്നു. ഈ പരാജയപ്പെട്ട പിന്നെ അവൻ കംപ്ലീറ്റ് അവൻ തീർന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവർക്ക് സഹായിക്കാൻ ഫണ്ട് വരും. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയിൽ വലിയ തോതിൽ വഹാബി ഫണ്ട് ഇറങ്ങുന്നുണ്ട്. അതായത് കച്ചവടം നടത്താൻ വേണ്ടി മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ പണം ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ പണം വെച്ചിട്ടാണ് ചെറുകിട കച്ചവടക്കാർ പ്രവർത്തിക്കുന്നത്. നീ ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങണം, നിനക്കൊല്ലെങ്കിൽ ഫുട്പാത്തിൽ തുണിക്കച്ചവടം നടത്തണം, അതിനുള്ള പണം മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മതസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വസ്ത്ര വ്യാപാര സംഘടനകൾ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എന്ത് പറ്റുന്നറിയോ, സ്റ്റുഡിയോ പോലെയുള്ള അത്യാകർഷകമായ ആധുനിക ഷോറൂമുകൾ വരികയും ഫുട്പാത്തിൽ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങളിൽ കിട്ടുന്നതിനേക്കാളും ലാഭകരമായ രീതിയിൽ മികച്ച ഫാഷനിലുള്ള വസ്ത്രങ്ങൾ കിട്ടുകയും ചെയ്തപ്പോൾ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നുപോയി.
അപ്പോൾ ട്രെൻഡ് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നല്ല കടയിൽ പോയി നല്ല വാങ്ങാനായി കുറഞ്ഞ വിലയ്ക്ക് അല്ലേ? ചെറുകിട വ്യാപാര സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത്തരം ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയുണ്ട്. എന്ത് ഒരു സംശയവുമില്ല, കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാളുകളിൽ ഇപ്പോൾ സൂപ്പർ മാളുകളുണ്ടല്ലോ, മാളുകളിലെ പോലും തുണിക്കച്ചവടം പോലും സ്റ്റുഡിയോയും റിലയൻസ് ട്രെൻഡും ഒക്കെ വന്നതിന് ശേഷം കുറഞ്ഞു. ഇതൊരു പരമാർത്ഥമാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് മുടക്കിയിരുന്ന വഹാബി ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ തിരിച്ചു വരുന്നില്ല, അതിൽ സ്റ്റക്കായിപ്പോയി. ആ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ലാഭവിഹിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടേ. പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ ഫ്ലോ തടയപ്പെട്ടു. അതൊരു വലിയ ഘടകമാണ്. തടയിടണം. അതുകൊണ്ടാണ് സ്റ്റുഡിയോയ്ക്കെതിരെ മാത്രം ഇത് നടന്നത്. എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റുഡിയോയെ മാത്രം ടാറ്റയുടെ ടാറ്റ തരുന്നതുകൊണ്ട് പാസ്പോർട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? TCS സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? അത് ചെയ്യാൻ പറ്റും. അവിടെ ജോലി ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെല്ലാം രാജിവെക്കണം പറഞ്ഞൂടെ? എയർ ഇന്ത്യ എക്സ്പ്രസ്സിലും എയർ ഇന്ത്യയിലും യാത്ര ചെയ്യാൻ പാടില്ല. എന്താ പറയാത്തത്? ടാറ്റയുടെ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ അടുക്കളയിൽ നിന്നും ടാറ്റയുടെ ഉപ്പെടുത്ത് കളയണം. എന്താ പറയാത്തത്? എന്തുകൊണ്ട് സ്റ്റുഡിയോ മാത്രം? അതിൻ്റെ ഉത്തരം പല ഉത്തരങ്ങളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ബംഗ്ലാദേശിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് നമ്മൾ വാങ്ങുന്നില്ല, സ്റ്റുഡിയോ വാങ്ങുന്നില്ല, റിലയൻസ് വാങ്ങുന്നില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി. ആരാണ് ഇവിടെ സ്റ്റുഡിയോയ്ക്കെതിരെ സമരം ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെന്ന് പറയാൻ പറ്റില്ല, ആഗോളതലത്തിലുള്ള അജണ്ടയായിട്ട് അത് മാറിക്കഴിഞ്ഞു അല്ലേ? അത് കേരളത്തിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഏതായാലും ഈ സംഗതി ചീറ്റിപ്പോയി കേട്ടോ. 8 നിലയെ പൊട്ടിപ്പോയി. സ്റ്റുഡിയോയ്ക്ക് വലിയ പബ്ലിസിറ്റി. നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് എന്ത് പബ്ലിസിറ്റി? നമ്മുടെ ആദ്യത്തെ വീഡിയോ 1 ലക്ഷത്തിലേറെ ആളുകൾ കണ്ടു. ട്രെൻഡ് ഒരു ഡ്രസ്സെങ്കിലും പോയി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കുക, എന്നിട്ടൊരു ഫോട്ടോ എടുത്തിടുക എന്ന ലൈനിലേക്ക് മാറി. ഇങ്ങനെ കേരളത്തിലെ സുഡാപ്പി ഇക്കോ സിസ്റ്റം തോറ്റമ്പി നാറി മെഴുകിയ ഒരു സമരം ഇല്ല അല്ലേ? അതെ. ഇനി എന്തൊക്കെ എന്നും ഇങ്ങനെ തൊടുന്നതെല്ലാം എന്താണ്? തോൽക്കാനായി ജീവിതം ബാക്കിയാണെന്ന് പറഞ്ഞ പോലെ എന്ത് പ്രഹസനമാണ് സജി എന്ന് പറഞ്ഞതുപോലെയാണ്. ഇനിയും പക്ഷേ ഇത് നമ്മൾ തമാശയായിട്ട് എടുക്കരുത്. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഞങ്ങൾ സംഘടിതമായി, ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രബല ശക്തി ആയതുകൊണ്ട് ഏത് കടയിൽ നിന്ന് എന്ത് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒരു അജണ്ടയുടെ പരീക്ഷണമാണിത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാളെ ഇവർ പല സാധനങ്ങളും, പല ഹിന്ദുക്കളുണ്ടാക്കുന്ന, ക്രിസ്ത്യാനി ഉണ്ടാക്കുന്ന പല സാധനങ്ങളും വാങ്ങരുതെന്ന് പറയും. നാളെ പല ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പല വ്യാപാര സ്ഥാപനങ്ങളിൽ കയറരുതെന്ന് ഇവർ പറയും. അതിലേക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണ് സ്റ്റുഡിയോ ബഹിഷ്കരണം. സ്റ്റുഡിയോ ബഹിഷ്കരണം അവർ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുഡാപ്പി എപ്പോഴാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നത്? കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.